2:4-5. വെളിപ്പാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ആദ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉശിരും തീഷ്ണതയും ഉത്സാഹവും രണ്ടാമതോ മൂന്നാമതോ ഉടമ്പടി പുതുക്കിയാൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ മറന്ന പോലെ ദൈവം ഉടമ്പടി മറന്നിട്ടുണ്ടെന്ന്. ദൈവം മറന്നിട്ടില്ല. ദൈവം പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ആദ്യം നിനക്ക് നീ എന്തുമാത്രം ദൈവസ്നേഹത്തിൽ വളർന്ന ഒരു ദിവസം എനിക്കറിയാം. അത് എൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്രയും ചൈതന്യം ഇന്ന് നിനക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഓരോ തവണകള് ഉടമ്പടി പുതുക്കുമ്പോൾ മുമ്പത്തെക്കാൾ ചൈതന്യത്തോടെ ദൈവത്തിന് പ്രയോജനമുള്ള സുവിശേഷ വേലക്കാരായി സാക്ഷികളായി എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ, പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വളരെ രസകരമായൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അതൊരു അക്രൈസ്തവ സഹോദരി പറഞ്ഞതാണ്. അവരുടെ പേര് സജിനി സുരേന്ദ്രൻ. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് സജിനി സുരേന്ദ്രൻ. ഇവരുടെ വാർഡിൽ 40 വർഷമായിട്ട് ഒരു നടവഴി, ജനങ്ങളെല്ലാം പകുതി മുക്കാലും അതിലാണ് പോകണമെങ്കിലും മഴക്കാലമാകുമ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് മുങ്ങിപ്പോകും, ആ വഴി മുങ്ങിപ്പോകും, പിന്നെ നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രോജക്റ്റ് അനുസരിച്ചുകൊണ്ട് ഇവർക്ക് റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ വലിയ സങ്കടപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ മെമ്പറായ കാലം മുതൽ ഇവർ മുനിസിപ്പൽ ഓഫീസിലും അവിടെ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയിലും പറഞ്ഞ് അവസാനം ഇവർക്ക് റോഡ് അനുവദിച്ചത്. റോഡ് അനുവദിച്ചപ്പോൾ എന്താ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണത്. അപ്പം 3 മീറ്റർ റോഡിൻ്റെ അപ്പുറത്തും വിടണം. സാധാരണ പഞ്ചായത്ത് റോഡിനേക്കാൾ വീതിയുണ്ട്. അതിനെല്ലാം ഒരു കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ പുഞ്ചപ്പാടത്തെ കൺസെൻറ്റാണ്. 20 പേരുടെ ഇടയ്ക്ക് 20 പേരുടെ ആൾക്കാർക്ക് ചെന്ന് ഈ 1.5 കിലോമീറ്റർ താമസിക്കുന്ന 20 അണ്ടപ്പേരുണ്ട്. അതെല്ലാം തപ്പിയെടുത്ത് ഓരോരുത്തരൊക്കെ കൈമാറിപ്പോയി അതൊക്കെ വാങ്ങിച്ചെടുത്ത് അവസാനം കൺസെൻറ്റെല്ലാം ഒപ്പിച്ച് കൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്ത് ഇവർക്ക് റോഡ് സാങ്ഷനായി. പിന്നെ എന്താ ചെയ്യേണ്ടത്, പ്രോജക്റ്റ് എഴുതി പോകണം. അതിന് ആണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് അതിൻ്റെ ആൾ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് പ്രോജക്റ്റ് എഴുതി ടൈം ബൗണ്ടായിട്ടല്ലാണ്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എല്ലാ കൺസെൻറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളെടുത്തിട്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി അസിസ്റ്റൻ്റ് എഞ്ചിനീയറിനെ കൊടുത്തിട്ട് പോയി. അപ്പോൾ സംഭവം കിട്ടി. കാര്യം മുനിസിപ്പൽ കമ്മിറ്റി തന്നെ ഇടിപിടിച്ച് മേടിച്ച റോഡാണത്. പക്ഷേ അത് എല്ലാം സെറ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ആശ്വാസമായി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി ഓക്കെ അല്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ല. അപ്പോൾ മാഡം ഓക്കെ അല്ല, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇത് പ്രോജക്റ്റ് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു.
പ്രോജക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ചങ്കിലി ഇടുത്തി പോലെ, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, എനിക്കത് മനസ്സിലാവും. ഞാൻ ഈ റോഡ് ഉണ്ടാക്കാനൊക്കെ കുറേ നടന്നിട്ടുള്ള കാരണം എനിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞൊക്കെ മനസ്സിലായി. പ്രോജക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ക്ഷോഭിക്കണോ? അവർ വന്നിട്ട് ഇവരോട് പറഞ്ഞ്, ഇത് ഞാൻ മെമ്പറായിട്ടിരിക്കണില്ല, ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ ഇനി വരത്തില്ല ഇങ്ങോട്ട്, വന്നിട്ട് കാര്യമില്ല. ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് അവരെന്നെ ജയിപ്പിച്ച് വിട്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് മെമ്പറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്? അവർ സെക്രട്ടറിയോടും മറ്റെല്ലാവരും പറഞ്ഞ്. പക്ഷേ എന്താ അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് എയോട് പോയി ചോദിക്കാൻ പറഞ്ഞ്, അസിസ്റ്റന്റ് എഞ്ചിനീയറോട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു, മാഡം ഇനി 3 മാസമേ ഉള്ളൂ ഈ പ്രോജക്റ്റ് ലാപ്സാകാൻ, അതിനുള്ള 1.5 മാസം വേണം എസ്റ്റിമേറ്റ് എടുക്കാൻ. 1.5 മാസം കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് സാങ്ഷനായി വന്നാൽ 1.5 മാസം കൊണ്ട് ഈ പണി തീരത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത് അവസാനം കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രോജക്റ്റ് വിട്ടില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവർ സങ്കടപ്പെട്ടു പോകുന്നപ്പോൾ ഇവരുടെ ഇരിപ്പും നടപ്പും വീട്ടിൽ വരുന്നുള്ള ചേട്ടയെ കണ്ടപ്പോൾ ഇവരെ ഭർത്താവ് വിചാരിച്ച് ഇവർ ഇതായി പോകുമെന്ന് പറഞ്ഞ്, അതായത് ഇവർക്ക് വട്ടായി പോകും. അപ്പോൾ പറഞ്ഞ്, എടിയാ റോഡ് നാട്ടുകാരാണ്, അത് വേണമെങ്കിൽ റോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, നീ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണത്? നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ടത്? നിന്റെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ആളെ നഷ്ടപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇവരോട് ചൂടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറയും, ഇവർ ഉടമ്പടി എടുത്ത് വെച്ചും ഇവർ നേരെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഇവിടെ ഈ റോഡിടാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് കഴിയുമ്പോൾ, മാതാവേ നിൻ്റെ റോഡാണ്, നിനക്ക് വേണമെങ്കിൽ ഈ റോഡ് വേണം. ഇപ്പം കാര്യം എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇവിടെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ, ഫയൽ പൊങ്ങണമെങ്കിൽ അമ്മ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ റോഡ് അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച്, മാഡം റോഡ് പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ശ്രദ്ധിക്കണം, അവിടെ വിശ്വാസത്തെ അവരൊരു ധ്യാനം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ധ്യാനത്തിൽ. ഇപ്പം ധ്യാനം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഈ ധ്യാനപ്രസംഗം കേട്ടാൽ രക്ഷപ്പെടണത്. അവരുടെ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ ഏതോ ഒരു ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം നിങ്ങൾ ഹെഡ് മാസ്റ്ററാണ്, നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, തഹസിൽദാറാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പത്രവിതരണത്തിനാണ്. കാര്യം അത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യം. 2 കാര്യത്തിനാണ് ഉടമ്പടി കൂടുതൽ മാർക്ക് കിട്ടുന്നത്. എന്താണ്? സാക്ഷ്യം പറയണതിനും പത്രം കൈമാറുന്നതിനും. ഇത് രണ്ടും ചമ്മലുള്ള പരിപാടിയാണ്. നമ്മുടെ തലക്കനുള്ള ആൾക്കാർ ഈ സംഭവം ചെയ്യത്തില്ല. അല്ലെങ്കിൽ കുരങ്ങനെ കൊണ്ട് ചുടുപായസം കൊയ്ക്കണ പോലെ ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ട് ജയിക്കും. അല്ലെങ്കിൽ ചില ഇടുപ്പി പെമ്പിള്ളേരാണെങ്കിൽ പപ്പാനെ കൊണ്ട് ജയിക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തലക്കനെ ഉള്ളവർക്ക് ഉടമ്പടി പറഞ്ഞിട്ടില്ലെന്ന്. എന്നുവെച്ചാൽ അവർ എളിമപ്പെടണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്തതാണ്? അവിടുത്തെ ദാസിയുടെ വിനീതാവസ്ഥ. അതാണ് മാതാവിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 1:48-49. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ച പോരെ. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉടമ്പടി. പക്ഷെ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൂക്ക 1:48-49 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരണം എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ, താഴ്മ തെക്കൻ പാർത്തു. അപ്പോൾ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും പത്രം കൊടുക്കേണ്ടി വരും. അതാണ് വിഷയം. അതേ വിഷയം. അപ്പം താഴ്ന്ന ആളല്ലെങ്കിൽ, നമ്മൾ എളിമപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ നടക്കത്തില്ല. വലിയൊക്കെ ചെറിയ കാര്യം നടക്കും. അപ്പം അത് എപ്പോഴും അത് ഞാൻ പറഞ്ഞ കാരണം ഈ മെമ്പർ എന്ത് ചെയ്യുന്നറിയോ? മെമ്പർ പത്രം എടുത്ത് വെച്ച്
അവർ വർക്ക് ചെയ്യണത് ഒരു മെമ്പറാണ്. പിന്നെ അവർ വർക്ക് ചെയ്യണത് നോൺ ക്രിസ്ത്യൻ ഏരിയയിലാണ്. മെമ്പറിന് ഭയങ്കര പ്രയാസമാണ്. മാതാവേ വലിയൊരു വല്ലതും പറയാമോ, ഞാൻ നിങ്ങൾ രാഷ്ട്രീയക്കാരത്തിയായിട്ട് പിന്നെ ഇതും കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും ആൾക്കാർ. അങ്ങനെ ചോദിക്കുക എന്ന് വെച്ചാൽ എങ്കിലും അതിനെല്ലാം മറികടന്ന് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജോലിയില്ലേ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പത്രം എടുത്ത് അകത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായിടത്തും പോകും. എന്നിട്ട് മാതാവിനോട് ഒരു കാര്യം പറയും, ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ ഒറ്റ പത്രം പോലും ബാക്കി ഉണ്ടാകരുതെന്ന് പറയും. എന്നിട്ട് പോയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അവരെല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിരുസന്നിധി പ്രയോജനമുള്ള വ്യക്തികളായി മാറുമ്പോൾ അവരുപ്പിട്ടാൽ മതി. എന്താ കാര്യം? പയൽ താനേ പൊങ്ങും. എന്താ കാര്യം? ദൈവം അത് ഏറ്റെടുക്കണം. എൻ്റെ മക്കളെ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ചാലഞ്ചെന്ന് പറയണത് നിങ്ങൾ സത്യസന്ധരാണെന്നും ദൈവത്തോട് വിശ്വസ്തമുള്ളവരാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് സർവോപരി പ്രയോജനമുള്ള വ്യക്തികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്റെ പൊസിഷൻ എന്തായാലും ഇടം വലം നോക്കാതെ കർത്താവിന്റെ ജോലി ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ, വിശ്വാസ കൈമാറ്റത്തിനായി, സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണം. എൻ്റെ പേര് ജെസി പീറ്റർ. ഞാൻ കുത്തിയതോട്, ചേർത്തല കുത്തിയതോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക പറയകാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 നവംബർ 1-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കടബാധ്യതയാണ്. 7-8 വർഷമായി 8 ലക്ഷം രൂപയുടെ കടബാധ്യതയാൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ 2 പെൺകുട്ടികൾ UK പഠിക്കാനായി പോയി. അവരുടെ ഉപരിപഠനവും അവരുടെ വിവാഹവും എന്നെ കൂടുതൽ കടബാധ്യതയിലേക്ക് എത്തിച്ചേർത്തു. ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ വലിയ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ ദിവസവും പള്ളിയിൽ പോകും, കൊന്ത ചൊല്ലും, പ്രാർത്ഥിക്കും. നല്ലൊരു വിശ്വാസിയാണ്. കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം, അമ്മ മാതാവിനെ അറിയാം. എന്നിരുന്നാൽ പോലും ഇത്ര അടുത്താണെങ്കിലും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്. എന്നാലും കൃപാസനത്തിലേക്ക് വരാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിട്ടില്ല. ഇങ്ങനെ കടബാധ്യതയുടെ നടുവിൽ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പെട്ടെന്ന് തന്നെ യൂട്യൂബ് ഓപ്പണായി. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയും മാതാവിൻ്റെ രൂപവുമാണ് തെളിഞ്ഞു വന്നത്. എനിക്കൊന്നും തോന്നിയില്ല. സാധാരണ പോലെ തന്നെ ഞാൻ മൊബൈൽ ഓഫ് ചെയ്തു. ഞാൻ വീട്ടിലേക്ക് പോയി. ഞാനൊരു ഗവൺമെൻറ് പ്രീ പ്രൈമറി സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അന്നേ ദിവസം ഒരു 4 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഈ മൊബൈൽ താഴെ വീണു. ഈ 4 പ്രാവശ്യവും തെളിഞ്ഞു വന്നത് കൃപാസന മാതാവിൻ്റെ ഈ ഫോട്ടോയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. അമ്മ എന്നെ കൃപാസനത്തിൽ എത്തിച്ചേരുവാനായിട്ട് അമ്മ എന്നെ വിളിക്കുന്നുവെന്ന് സത്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഒന്നും ആലോചിച്ചില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് കൃപാസനത്തിൽ പോകണമെന്ന് കരുതി രാവിലെ എഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ഇവിടെ മഹാജപമാല റാലി നടക്കുന്ന ദിവസമാണെന്ന്. നേരെ ഇവിടെ വന്നു. ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ജപമാല റാലിക്ക് ശേഷം വീട്ടിൽ ചെന്നിട്ട് നവംബർ 1-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 23 നവംബർ 1-ന് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി ജീവിതം തുടങ്ങി. പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി കാരുണ്യ പ്രവർത്തികൾ ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ എനിക്ക് 2 വീലറിൽ സഞ്ചരിച്ച് ഒത്തിരി ദൂരം കൊണ്ടു നടന്ന് കൊടുക്കും. ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണുകയും ഉപ്പും എണ്ണയും വെഞ്ചരിച്ചത് കൊണ്ട് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കും. അവിടെ ഒരു അനാഥാലയമുണ്ട് പള്ളിത്തോട്ടിൽ, അവിടെ പോയി അവരെ കാണുകയും അവിടെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ എൻ്റെ കാരുണ്യ പ്രവർത്തികളും പ്രാർത്ഥന ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോയി. 3 മാസം കഴിഞ്ഞു. എൻ്റെ കടബാധ്യതയിൽ യാതൊരു മാറ്റവും വന്നില്ല. എന്നാലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന സമയം ഞാനൊരു ദിവസം, അന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ വൈകുന്നേരമാണ് കുർബാന. 3 മണിയുടെ കരുണക്കൊന്ത ചൊല്ലിയതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിൽ മേളിലത്തെ നിലയിൽ ജനൽ അടച്ചിട്ടില്ല എന്ന് തോന്നി.
അടയ്ക്കുവാനായി ഞാൻ മേളിലേക്ക് കയറി. കയ്യിൽ കൊന്തയുമുണ്ട്. റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് വലിച്ചടച്ചപ്പോൾ പിടിവിട്ടു പോയി. അങ്ങനെ തന്നെ താഴേക്ക് പോന്നു. നേരെ വന്ന് താഴെ വീണു. മലർന്ന് വീണ ഞാൻ നേരെ വന്ന് വീഴുന്നത് കമിഴ്ന്നാണ്. മാതാവിൻ്റെ സംരക്ഷണം ഞാൻ അറിഞ്ഞു. എനിക്കൊരു പോറല് പോലും ഉണ്ടായില്ല. അമ്മ എന്നെ കൈകളിൽ താങ്ങി. അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണം കൊണ്ട് എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡ് പണി നടക്കുകയാണ്. മുന്നിൽ വലിയൊരു കുഴി. വണ്ടി പുറകിൽ നിന്ന് ഹോണടിക്കുന്നതുകൊണ്ട് ഞാൻ ആകെ പാനിക്കായി. വണ്ടി സൈഡിലേക്ക് ഒതുക്കാൻ നോക്കിയപ്പോൾ ഒരു വലിയ കുഴിയായിരുന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു നിന്ന് അവിടെ നിന്ന് ചേച്ചി ചേച്ചി എന്ന് ഉറക്കെ വിളിച്ചു. ഞാൻ എൻ്റെ അമ്മ മാതാവേ എന്ന് വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഒരു പേപ്പർ പോലെ ഞാൻ പൊങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് എനിക്കുണ്ടായത്. ആ കുഴിയുടെ അപ്പുറത്തേക്കാണ് എൻ്റെ ടൂ വീലർ ചെന്ന് നിന്നത്. എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നില്ല. വളരെ സുരക്ഷിതയായി ഞാൻ റോഡിലൂടെ പോകേണ്ടി വന്നു. അവിടെയും ഞാൻ എൻ്റെ അമ്മയുടെ കൈത്താങ്ങ് അനുഭവിച്ചറിയുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. വീണ്ടും ഞാൻ 2024 ഫെബ്രുവരി 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ സങ്കടം പറഞ്ഞു. എനിക്ക് കടബാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നല്ലോ അമ്മേ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ പോലും എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ 101 ജപമാല ചെല്ലുന്നൊരു വ്യക്തിയാണ്. ഞാൻ പ്രത്യേകം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാനൊരു നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കും. ഞാൻ ഓരോ ജപമാലകൾ ചെല്ലുമ്പോഴും അതിൽ കുറിച്ച് വയ്ക്കും. അങ്ങനെ 2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ടൊക്കെ 101 ജപമാല തെല്ലി തീർത്തതിന് ശേഷമാണ് ഞാൻ ജപമാല സമർപ്പണം നടത്തുന്നത്. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെയായി മുന്നോട്ട് പോയി. 2024 2-ാം മാസം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ജൂലൈ 12-ാം തീയതി എൻ്റെ കുട്ടികൾ 2 പേര് UK-യിലാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയ മോളുടെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി അപ്പച്ചനും വീട്ടിലുണ്ടോ? ഞങ്ങൾ അതുവഴി വരുന്നുണ്ട്, ഒന്ന് കയറാനാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പച്ചനില്ല, മദ്രാസ് പോയിരിക്കുവാണ്, അദ്ദേഹം ഡ്രൈവറാണ്, ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. 13-ാം തീയതി വൈകിട്ട് ഒരു 8 മണിയോടുകൂടി മോളുടെ 2 കൂട്ടുകാരെൻ്റെ വീട്ടിലേക്ക് വന്നു. അവർ പറഞ്ഞു അമ്മച്ചിക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. പുറകെ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മകൾ അവരുടെ കൂടെയുണ്ട്, UK-യിലുള്ള. അവളെ കണ്ട് ഞാൻ വാവിട്ട് കരഞ്ഞു, കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഒത്തിരി കരഞ്ഞു. അവൾ പറഞ്ഞു അമ്മച്ചി വിഷമിക്കേണ്ട, അമ്മച്ചിക്കുള്ള 8 ലക്ഷം രൂപയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. UK-യിൽ നിന്ന് എൻ്റെ മോള് എൻ്റെ കടബാധ്യതയെ തീർക്കാനുള്ള പണവുമായി എന്നോട് പോലും പറയാതെ എൻ്റെ വീട്ടിലെത്തി. സമയചുരുക്കത്തിൻ്റെ അമ്മ 8 വർഷമായി ഞാൻ കഷ്ടപ്പെടുന്നു. 8 ലക്ഷം രൂപയ്ക്ക് 3 മാസം കൊണ്ട് സമയചുരുക്കത്തിൻ്റെ അമ്മ അതെല്ലാം വളരെ വേഗം എനിക്ക് തീർത്ത് എനിക്ക് വഴി കണ്ടെത്തി തന്നു. അമ്മയ്ക്കും തൃക്കുമാരനും കൊടാനുകൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ. പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാതെ ആരും വിഷമിക്കണ്ട. കാരണം സമയചുരുക്കത്തിൻ്റെ അമ്മ തക്ക സമയത്ത് ഇടപെടുകയും എല്ലാം നമുക്ക് നിറവേറ്റിത്തരികയും ചെയ്യും. നിൻ്റെ ഗുരു നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല എന്ന വചനം എന്നെ ആശ്വസിപ്പിച്ചു. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി. എനിക്കിന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, എൻ്റെ ഈ നിൽക്കുന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. അവൾക്ക് ശ്വാസതടസ്സത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഒരു പനി വന്നതാണ് ചെറുതിൽ. അത് കഴിഞ്ഞ ശേഷം അവൾക്ക് ശ്വാസം വലിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയ പൊടിയായാലും മതിയായിരുന്നു, അവൾക്ക് അലർജി ആയിരുന്നു. ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു ശ്വാസതടസ്സമുള്ളവർക്ക് സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞ്. അപ്പോഴും തലേന്ന് എൻ്റെ കുഞ്ഞിന് വയ്യായിരുന്നു. അവൾക്ക് ഞാൻ മാതാവിൻ്റെ എണ്ണ പുരട്ടി കൊടുത്ത് തേനൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിയ കൊച്ചാണ്. പക്ഷെ ഞാൻ അവളുടെ കാര്യം ഞാൻ ഓർത്തത് പോലും ഇല്ല. എൻ്റെ അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയില്ല, അതിലെ ചേച്ചിക്ക് ഒട്ടും വയ്യ. അവർക്കും ഇതുപോലെ ലങ്സിന് കംപ്ലൈൻ്റൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ അച്ഛനപ്പോൾ പറഞ്ഞ് ആദ്യം ചുവപ്പ് കളറിലെ കവം വന്ന് അതിനുശേഷം ഓറഞ്ച് കളറിലെ കവം വന്ന് അങ്ങനെയുള്ളവർ സോപ്പ് എടുത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനും ഇത് തന്നെയാണല്ലോ അസുഖം എന്നുള്ളത് എൻ്റെ ചിന്തയിൽ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൊച്ചിന് ഇതാണല്ലോ അസുഖം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അന്ന് മുതൽ എൻ്റെ മോള് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. ഇപ്പം ഈ 1.5 മാസമായിട്ട് അവൾ തുമ്മിയിട്ടില്ല. അവൾക്ക് ഒരു ഇതുപോലും വന്നിട്ടില്ല. ചെറിയൊരു പൊടി കൊണ്ടാൽ പോലും ജലദോഷവും തുമ്മലും വന്ന കൊച്ചാണ്.
അതിന് ആ സൗഖ്യം നൽകിയത് അമ്മ മാതാവാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേന്ന്. കൂടാതെ ഞാൻ വെറുമൊരു സാധാ വീട്ടമ്മയാണ്. ഞാൻ വെറും 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഞാൻ ഒരു വിദേശത്തോട്ട് പോണ കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല. എങ്കിൽ പോലും ഞാൻ ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് പുറത്തോട്ട് പോകണം, എൻ്റെ വീട് പണി അതൊക്കെ നടത്താനായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സാധാരണക്കാരൻ. എൻ്റെ ഭർത്താവ് വെറും ഒരു കൽപ്പണിക്കാരനാണ്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ മാതാവിനോട് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറഞ്ഞു വന്ന ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഇറ്റലിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത തന്നെ എൻ്റെ തലയിൽ വന്നത്. ഞാൻ ഒരു വർഷത്തോളമായി ഇറ്റലിക്ക് പോകാനായിട്ട് ഞാൻ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് എനിക്ക് ശരിയായില്ല. പക്ഷെ ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി അത് ഞാൻ ഒരുങ്ങി വന്നാണ് ഇവിടെ വന്ന് പുതുക്കിയത്. അതിന് ശേഷം ഈ മാർച്ച് 19-ാം തീയതി മുതൽ ഈ 1.5 മാസത്തിനുള്ളിൽ എൻ്റെ മാതാവ് എനിക്ക് പോകാനുള്ള വിസയും ടിക്കറ്റും റെഡിയാക്കി തന്ന്. ഞാൻ തിങ്കളാഴ്ച പോണേണ്. ഞാൻ ഇൻ്റർവ്യൂവിന് BLSൽ പോയി, ചെന്നൈയിലാണ് പോയത്. പോണതിൻ്റെ 2 ദിവസം മുന്നേ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, അച്ഛൻ എന്നെ തലക്കുടിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ മാതാവ് കൊണ്ടുപോയതാണ് കേട്ടോ. കാരണം എനിക്ക് ഇംഗ്ലീഷൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, അത് തിരിച്ച് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ സാറുമാർ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാവുകയും അതുപോലെ ഞാൻ ചെയ്യുകയും. ആ 2 ദിവസം ഞാൻ കുഞ്ഞുങ്ങളിട്ടിട്ടാണ് ഞാൻ മദ്രാസിൽ പോയത്. എന്നെ ശരിക്കും ഉള്ളം കയ്യിൽ മാതാവല്ലാണ്ട് എനിക്കൊരു കഴിവുമില്ല. കാരണം ഞാൻ സീറോയാണ്, വെറും സീറോയാണ്. എന്നെ അവിടെ കൊണ്ടുപോയി 2ാമത്തെ ദിവസം എനിക്ക് വിസ അടിച്ച് വന്ന് ആ പാസ്പോർട്ട് മേടിക്കാൻ ചെന്നപ്പോൾ അവർ പറയുന്നത് ഇത് ഏത് അഡ്രസ്സിലാണ് ഈ കൊടുത്തത്, കാരണം ഈ പാസ്പോർട്ട് എങ്ങനെ ഇവിടെ വന്നതെന്ന് അവർക്കറിയില്ല. അവർ പറയണത് ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്, ഇങ്ങനെയൊന്നും പാസ്പോർട്ടൊന്നും വരുമൊന്നുമില്ല. അതുമല്ല ഇപ്പോൾ പാസ്പോർട്ട് ആർക്കും കൈ കൊടുക്കില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് വീട്ടിലത്തെ അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അവിടെ നിന്നേ കൊടുക്കുകയുള്ളൂ. അന്ന് പറഞ്ഞത് എനിക്ക് അവിടെ വെച്ച് അവനെൻ്റെ കൈ തന്ന് ഞാൻ വല്ലാർപാടത്തമ്മയുടെ നടയിൽ പോയി. ഞങ്ങൾക്ക് എളുപ്പം അതാണ്. വല്ലാർപാടത്തമ്മയുടെ അടുത്ത് പോയി അവിടെ നിന്നാണ് ഞാനിത് തുറന്ന് നോക്കിയത് പോലും, വിസ തുറന്ന് നോക്കിയത് പോലും. അമ്മയുടെ നടയിൽ പോയിരുന്ന് തുറക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകി. കൂടാണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അധികമൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഞാൻ ഉടമ്പടി പത്രം വാങ്ങിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്നിടത്തെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ടാണെങ്കിലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വഴിയോരങ്ങളിലുള്ളവർക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. കുഞ്ഞുമക്കൾ പറയുമ്പോൾ അവരുടെ സ്കൂളുകളിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കാനായിട്ട് പറയുമ്പോൾ അതിനൊക്കെ ചെയ്യാറുണ്ട്. അമ്മമാർ വൃദ്ധന്മാരെ നോക്കുന്നവർ സഹായമായിട്ട് ചോദിച്ചു വരുമ്പോൾ ഉള്ളത് ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനയിൽ കൂടുതൽ അമ്മയോടടുത്ത് നിൽക്കുവാനായിട്ട് എന്നെ അമ്മ സഹായിച്ചിട്ടുണ്ട്. കാരണം ഒരു കുർബാന മുടങ്ങാനായിട്ട് സങ്കടമുള്ള ഒരവസ്ഥയിലോട്ട് ഞങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ കുർബാന കൂടുവാൻ തുടങ്ങിയിട്ട് മുടങ്ങാണ്ട് കുർബാന കൂടുവാൻ ശ്രമിക്കുന്നുണ്ട്. 2 ആഴ്ച എത്തുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനയിലാണെങ്കിലും ബൈബിള് ഞാൻ ചെറിയൊരു പാരഗ്രാഫൊക്കെ വായിക്കുള്ളായിരുന്നു. അത് പോയിട്ട് ഇപ്പം ഞാൻ ഒരു അധ്യായം ഫുള്ളും പ്രാർത്ഥന കഴിഞ്ഞാൽ ഉച്ചത്തിൽ വ്യക്തമായിട്ട് തിരിച്ച് വായിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. എൻ്റെ മാതാവ് എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും നന്ദിയും പറയാൻ മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ.